ഭർത്താവ് വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ. സ്വത്തിൻ്റെ പവർ ഓഫ് അറ്റോർണിക്ക് വേണ്ടി വഴക്കിട്ട് ഭർത്താവിൻ്റെ അമ്മയും സഹോദരനും. സുമാ ജയറാം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിൽ നിന്ന് സ്വത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി വാങ്ങാൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ശ്രമിച്ചുവെന്നും സുമാ ജയറാം പറയുന്നു. സുമയുടെ വാക്കുകൾ ഇങ്ങനെ: ജൂൺ 3-ന് പപ്പ ഒന്ന് വീണു. പുള്ളിയുടെ അമ്മയും സഹോദരനും വന്ന് ലശുവിനെ ആശുപത്രിയിൽ എത്തിച്ചു. അഡ്മിറ്റാണ്. കുഞ്ഞുങ്ങളെ നോക്കാൻ സഹായത്തിന് ആരും ഇല്ലാത്തതുകൊണ്ട് ആശുപത്രിയിൽ ലശുവിനൊപ്പം നിന്ന് ശുശ്രൂഷിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. ബെഡിൽ നിന്ന് വീണതാണ് ലശൂഷ്. കയ്യിൽ ചതവുണ്ട്. ICUവിലാണ്. രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോൾ മൂത്രമൊഴിച്ചുവെന്ന് തോന്നുന്നു. അതിൽ കാൽ വഴുതിയാണ് വീണത്. ലലൂഷിന് ഭാരമുള്ളത് കൊണ്ട് എനിക്ക് തനിയെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അവർ വന്നാണ് എഴുന്നേൽപ്പിച്ചത്. പ്രായം മാത്രമല്ല, ശരീരത്തിൻ്റെ കണ്ടീഷൻ അല്പം മോശമായതുകൊണ്ട് ഉടനടി ഓപ്പറേഷൻ സാധിച്ചിരുന്നില്ല. ഇടത് ഷോൾഡറിലാണ് ഫ്രാക്ചർ പറ്റിയിരിക്കുന്നത്. കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഞാനും ലലൂഷും 2 മുറിയിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ലലൂഷ് വീണിരുന്നു. വിളിക്കുന്ന ശബ്ദം കേട്ട് ചെന്നപ്പോഴാണ് ലലൂഷിനെ കണ്ടത്. പോലീസുകാർ വന്നിട്ട് അവർക്കും അദ്ദേഹത്തെ ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സ്വത്തിന് വേണ്ടി വാക്കുതർക്കങ്ങൾ നടക്കുകയാണ്. അഡ്വക്കേറ്റിനോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, പുള്ളിയുടെ സർജറി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഭാര്യയായ എൻ്റെ പേരിലേക്ക് ചെയ്യാനാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. 2 വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ് ഫാമിലി തർക്കങ്ങൾ. പക്ഷേ ഒന്നും ശരിയായില്ല. ഞാൻ അദ്ദേഹം വീണ് കഴിഞ്ഞ് 2 ദിവസത്തിനകം വാങ്ങും ഇതിനൊരു തീരുമാനമെടുക്കാനായി പോയി. എന്നാൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുള്ളതല്ലേ, വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടങ്ങൾ തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ വഴക്കായി. വളരെയധികം ദുഃഖകരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി സുമാ ജയറാം. തൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയാണ് സുമാ ജയറാം ഇപ്പോൾ ആരാധകരോട് പങ്കുവയ്ക്കുന്നത്.